ഇന്നുണ്ടല്ലോന്നേ ജസ്റ്റിയും കൊച്ചുമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അടുക്കളയിലെ മേശപ്പുറത്തിരുന്ന് ഞാൻ ഇങ്ങനെ കാര്യമായിട്ട് ചിന്തിച്ചു, ക്രിയേറ്റീവായിട്ട് അങ്ങനെ ആ ഉത്തരത്തിലേക്ക് ഞാൻ നടന്നു നീങ്ങി. കുറച്ച് കുക്ക് ചെയ്തേക്കാം. അങ്ങനെ നേരെ അൽമദീനയിൽ പോയി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മീനൊന്നും വാങ്ങിക്കാനില്ലെങ്കിലും എനിക്ക് ഈ ഫിഷിൻ്റെ സൈഡിൽ പോയി കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ പോലെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? മീനിൻ്റെ സൈഡ് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രഷ് മീനൊക്കെ കാണാൻ, എല്ലാ മീനിൻ്റെ പേരും ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു രസമല്ലേ. അങ്ങനെ മീനിൻ്റെ നാളും ഊരും പേരും ഒക്കെ ചോദിച്ച് മീനിനെയൊക്കെ കണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസും ഒക്കെ വാങ്ങിച്ചു. ശരിക്കും ഞാൻ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ പച്ചക്കറിയും പഴുത്തക്കറിയൊക്കെ വാങ്ങിച്ചു. ഞാൻ ശരിക്കും വിചാരിച്ചു ജസ്റ്റ് വരുമ്പോഴത്തേനും കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി ഞെട്ടിച്ചേക്കാം. എന്നാണെങ്കിലും കുറേ ദിവസത്തേന് ഓഫാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. പിന്നെ നമ്മുടെ കെട്ടിയവന്മാരെ എങ്ങനെ സന്തോഷിപ്പിക്കാം എന്ന് ഞാൻ റിസർച്ച് നടത്തിയപ്പോൾ എൻ്റെ തന്നെ റിസർച്ച് തെളിഞ്ഞൊരു കാര്യം, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ കെട്ടിയവന്മാർ ഞെട്ടുകയും സന്തോഷിക്കുകയും ചെയ്യും. ഞാൻ സാധാരണ ഷോപ്പിങ്ങിന് പോകുന്നതിൻ്റെ ബില്ല് കണ്ടിട്ടാണ് ജസ്റ്റ് മോൻ ഞെട്ടാറ്. ഇന്നൊരു വെറൈറ്റി ആവട്ടെ, ഭക്ഷണം കണ്ട് ഞെട്ടിച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് പോയപ്പോൾ ഉണ്ടല്ലോ എനിക്ക് കിട്ടിയൊരു സാധനം വന്നേ, ഈ മീനിൻ്റെ മുട്ട കണ്ടു. നല്ല രസമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ. നല്ല രസമില്ലേ കാണാൻ, നല്ല ഗോൾഡൻ കളറിൽ. അതുകൊണ്ട് മീനിൻ്റെ സെക്ഷന് വായി നോക്കി നിന്ന് വെറുതെ ആയില്ലല്ലേ. പക്ഷെ നമ്മുടെ ജസ്റ്റിമോൻ ഈ സാധനം ഇഷ്ടമില്ല കേട്ടോ. എന്നാലും വേണ്ടില്ല. ഇനിയാണ് അടുത്ത നമ്മുടെ ബില്ലെല്ലാം കൂടെ തിരിച്ചും മറിച്ചും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എവിടെയെങ്കിലും നമ്മളെ പറ്റിച്ചോന്നറിയണ്ടേ.